വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ. പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തിൽ. സ്നേഹഹസ്തം നീട്ടിയെന്നേ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടിയെന്നേ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിലൂറ്റിയല്ലോ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിലൂറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം.
യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ യിരെമ്യാവാണ്. യെരുശലേമിനും അതിലെ ജനങ്ങൾക്കും ഉള്ള നാശത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളതായ ഒരു വിലാപ ഗ്രന്ഥമാണ് വാസ്തവത്തിൽ വിലാപങ്ങളുടെ പുസ്തകം. ഇവിടെ പ്രവാചകൻ യഹോവയായ ദൈവത്തോട് അപേക്ഷിക്കുന്നതായ ഒരു കാര്യം, യഹോവേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്നുള്ളതാണ്. പ്രവാചകൻ അങ്ങനെ വിലപിക്കുന്നതിൻ്റെ കാരണം യഹൂദ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാബേൽ രാജാക്കന്മാർ ആക്രമിച്ച് യഹൂദയെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ആളുകളെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള സകല വസ്തുവകകളും അവർ കൊള്ളയടിച്ചു. അങ്ങനെ സകലവും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ നല്ല കാലം ഓർമ്മിച്ചുകൊണ്ട് യിരെമ്യാവ് വിലപിക്കുകയാണ്, യഹോവയായ ദൈവമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു നല്ല കാലമുണ്ടായിരുന്നു. യഹോവയായ ദൈവത്തെ അന്വേഷിച്ചിരുന്ന ഒരു നല്ല കാലം അവർക്കുണ്ടായിരുന്നു. നാം പ്രായമായി വരുന്തോറും നമ്മുടെ പഴയ കാലത്തെപ്പറ്റി ഓർക്കാറുണ്ട്. അത് നല്ല നല്ല സ്മരണകൾ നമുക്ക് നൽകാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ പ്രചാരം വർദ്ധിച്ചു വന്നതായ ഒരു സമയം മുതൽ കണ്ടുവരുന്നൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് പഠിച്ചിരുന്നതായ എല്ലാവരും ഒരുമിച്ച് വീണ്ടും കൂടാനുള്ളതായ ഒരു പ്രവണത, അതിനുള്ളതായ ഒരു സാഹചര്യം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്ന എല്ലാവരും കൂടി അവരുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുകയും അവരൊരുമിച്ച് കൂടി വീണ്ടും ആ പഴയകാല സ്മരണകൾ അയവിറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരികയാണ്. ഞാൻ പഠിച്ചത് മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ തിരുവല്ല മാർത്തോമ കോളേജിലാണ്. ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വർഷവും ശിവരാത്രി ദിവസത്തിൽ ഒരു റീയൂണിയൻ ഡേ നടത്താറുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയുള്ള എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കാറുണ്ട്. അതൊരു വലിയ മഹാസമ്മേളനമാണ്. പഴയ കാലത്ത് പഠിച്ചിരുന്നവരും പുതിയ തലമുറയുള്ളവരും എല്ലാവരും ചേർന്നൊരുക്കുന്നതായ വളരെ മനോഹരമായ മീറ്റിങ്ങുകളാണ് എല്ലാ വർഷവും നടക്കാറുള്ളത്. ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ നടത്താറുണ്ട്. അടുത്ത സമയത്ത് പത്രത്തിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു കോളേജിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ കോളേജിൽ പഴയ കാലത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോഴവരൊക്കെ പ്രായമുള്ളവരാണ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടി ആ ക്ലാസ് റൂമിൽ ചെന്നിരിക്കുകയും അവരുടെ അധ്യാപകൻ, അന്നത്തെ അധ്യാപകൻ ഇപ്പോൾ വളരെയേറെ പ്രായം ചെന്നൊരു വ്യക്തിയാണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് പഴയതുപോലെ ഒരു ക്ലാസ് അവിടെ എടുപ്പിക്കുകയും ചെയ്തതായ മനോഹരമായ ഒരു കാഴ്ച പത്രദ്വാര വായിക്കുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, പഴയ കാലത്തെപ്പറ്റി ഓർമ്മിക്കാനുള്ള ഒരു നല്ല അവസരം അവരുണ്ടാക്കിയെടുക്കുകയായിരുന്നു. കാരണം പഴയ കാലമെന്ന് പറയുന്നത് യിരെമ്യാ പ്രവചനം പറയുന്നത് പോലെ ഒരു നല്ല കാലമായിരുന്നു. നാം നമ്മുടെ പണ്ടത്തെ കാലത്തെ മിക്കവാറും ഓർമ്മിക്കാറുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വളരെ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ പോയിക്കൊണ്ടിരുന്നതായ ആ സമയം, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നതായ ഒരു സമയം, അത് നമുക്ക് മറക്കുവാനായിട്ട് സാധ്യമല്ല. ഏതാനും ചില നാളുകൾക്ക് മുൻപ് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നതായ സ്കൂളിലെ ഒരു പ്രത്യേക മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ അവിടെ ആ മീറ്റിങ്ങിൽ സംബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പഴയ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ ഞാൻ പോയി വളരെ സമയം ആ ക്ലാസ് ഒന്ന് കാണുകയും ആ പഴയ കാലത്തെപ്പറ്റിയൊക്കെ ഒന്ന് ഓർക്കുകയും ചെയ്തു. അതൊരു വലിയ അനുഭവമായിരുന്നു. അന്ന് ചെറിയ ബാഗും ഒക്കെ പിടിച്ച് സ്ലേറ്റും ഒക്കെ ആയി ആ ക്ലാസ് റൂമിൽ പോയിരുന്നതും ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചതും ഭിത്തിയിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ബ്ലാക്ക് ബോർഡിൽ ടീച്ചർ അക്ഷരങ്ങളൊക്കെ എഴുതി തന്നതും ഒക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇന്നലെ എന്നതുപോലെ അത് ഓർമ്മിക്കുവാനുള്ളതായ ഒരു അവസരം ലഭിച്ചു. ആ സ്കൂളിൻ്റെ മുറ്റത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ താന്നിമരമുണ്ടായിരുന്നു. ആ താന്നിമരത്തിൽ നിന്ന് ഇടയ്ക്കിടെ താന്നിക്ക പൊഴിയുമായിരുന്നു. അന്ന് അത് കിട്ടുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതിയിരുന്നത്. നമ്മുടെ ആൽമണ്ട് പോലെ അത് പൊട്ടിച്ച് അതിനുള്ളിലെ ഒരു പരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കുന്നത് വളരെ രുചികരമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇന്നലെ എന്ന പോലെ ഇപ്പോൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ മോഹം ഉണ്ടാവുകയാണ്. ആ പഴയ നല്ല കാലം ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെയുള്ളതായ മോഹങ്ങളെ സംബന്ധിച്ച് മോഹം എന്ന ഒരു കവിത തന്നെ മലയാളത്തിലുണ്ട്. അത് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അവർക്ക് പഠിക്കാനുമുണ്ട്. വളരെ പ്രസിദ്ധനായിരുന്ന കവി ONV കുറുപ്പ് സാറാണ് അത് എഴുതിയിട്ടുള്ളത്.
അദ്ദേഹം 2016 ദിവംഗതനായി. അദ്ദേഹം എഴുതിയതായ മോഹം എന്ന കവിത ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. അങ്ങനെ താഴോട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മോഹങ്ങൾ, ചെറുപ്പകാലത്തെ സംബന്ധിച്ചുള്ള ധാരാളം മോഹങ്ങൾ അദ്ദേഹം കവിതയായി എഴുതിയിട്ടുണ്ട്. ആ വരികളുടെ അവസാനമായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. മഹാനായ ഈ കവി പറയുകയാണ്, ഈ മോഹങ്ങളൊക്കെ വെറുതെയാണ്, പഴയകാലം ഇനി ഞങ്ങൾക്ക് ലഭിക്കുകയില്ല, ഇതൊക്കെ വെറുതെ മോഹിക്കുവാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രവാചകൻ പറയുന്നത് അങ്ങനെയല്ല. കർത്താവേ, പണ്ടത്തെപ്പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ. യഹൂദ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു നല്ല കാലം അവർക്കുണ്ടായിരുന്നു. യഹോവയായ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയിരുന്ന ഒരു നല്ല കാലം, യഹോവയായ ദൈവം അവരെ നയിച്ചു കൊണ്ടുവന്നതായ അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല കാലമുണ്ടായിരുന്നു. അവർക്ക് ദൈവമായിരുന്ന, അവർക്ക് രാജാവായിരുന്ന, അവരുടെ എല്ലാമായിരുന്ന വലിയവനായ ദൈവം അവരെ നയിച്ചു കൊണ്ടുവന്ന ഏറ്റവും അനുഗ്രഹത്തിൻ്റേതായ ഒരു കാലഘട്ടം വർഷങ്ങൾക്ക് മുൻപ് അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് ആ നല്ല കാലം ഒന്നുകൂടെ നൽകണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒരുപാട് വിദൂരതയിലേക്ക് പോയിരിക്കുന്നു കർത്താവേ, ഞങ്ങളെ ആ പഴയ നല്ല കാലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ എന്ന് പ്രവാചകൻ പറയുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. പണ്ടത്തെ നല്ല കാലത്തെപ്പറ്റി ഓർമ്മിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യഹോവയായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരുന്ന ഒരു നല്ല കാലം, നമ്മുടെ സമസ്ത കാര്യങ്ങളും നടത്തിത്തന്നിരുന്നതായ ഒരു നല്ല കാലം, നമ്മുടെ ഇല്ലായ്മകളുടെ മധ്യത്തിലും വേദനകളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും നമ്മെ കൈവിടാതെ നമ്മെ സഹായിച്ച് അനുഗ്രഹിച്ച ഒരു നല്ല കാലം, നാം ഭാരപ്പെട്ടപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞപ്പോഴും ഒക്കെ നമ്മെ ആശ്വസിപ്പിച്ച, നമ്മെ തലോടിയ ഒരു നല്ല കാലം. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെ ഒരു തരത്തിൽ ഭാഗ്യമുള്ളവരാണ്. കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും കാണുവാൻ നമുക്കിടയായി എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. പഴയ കാലവും പുതിയ കാലവും കാണുവാൻ നമുക്ക് സാധിച്ചു. പഴമയും പുതുമയും കാണുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് തീരെ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. പഴയതിൽ നിന്ന് നാം ഒരുപാട് പുതിയതിലേക്ക് വന്നിരിക്കുന്നു. അതെല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ആത്മീയ രംഗത്തും അതുതന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അനാവശ്യമായ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ ആത്മീയതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പല ശുശ്രൂഷകളിലും പഴയ കാലത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ പുതുമയുടെ പരിഷ്കാരങ്ങൾ കയറി ആത്മീയത തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അടുത്ത സമയത്ത് മർത്തോമ സഭയിലെ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നതായ ഒരു പ്രസംഗം കേൾക്കുന്നതിനിടയായി തീർന്നു. ആ ദൈവദാസൻ പ്രസംഗിച്ചത് ക്രൈസ്തവ വിവാഹങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന അനാചാരങ്ങളെ സംബന്ധിച്ചാണ്. വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ഇനിയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സാധ്യമല്ലാത്തത്ര വിദൂരതയിലേക്ക് നാം പോയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, എന്തെല്ലാം അനാചാരങ്ങൾ ക്രൈസ്തവ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്, ക്രൈസ്തവ ആരാധനയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സഭയുടേത് മാത്രമല്ല, എല്ലാ സഭകളുടെയും ഗതി ഇതുതന്നെയാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത് പോലെ, കർത്താവെ, ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെപ്പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വന്നിരുന്ന കർത്താവിനെ ആരാധിച്ചിരുന്ന ഒരു നല്ല കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ നല്ല കാലത്തേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ പ്രവാചകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. യഹോവയായ ദൈവമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെപ്പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പണ്ടൊരു നല്ല കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ പിതാക്കന്മാരുടെ കാലത്ത് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്ന് നിഷ്കളങ്കതയോടെ അങ്ങേ ആരാധിക്കുന്ന അനുഗ്രഹത്തിൻ്റേതായ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം അകന്നുപോയി
വളരെയേറെ വിദൂരതയിലേക്ക് പോയിരിക്കുന്നതായ ഒരു സമയത്ത് പ്രവാചകൻ പറയുന്നത് പോലെ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹത്തിൻ്റേതായ ഒരു കാലത്തേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. കർത്താവേ, ഞങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്നുള്ളതായ ചിന്ത ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, അനാവശ്യമായ ആചാരങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഹൃദയത്തെ തുറന്നുകൊണ്ട് അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വന്ന് കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുത്തെ മുൻപാകെ നന്ദി പറയുന്ന, ഞങ്ങളെ തന്നെ അവിടുത്തെ മുൻപാകെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അതിന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.